പിള്ളച്ചേട്ടാ, ഇത് മതിയോ? മാക്കാൻ കയ്യിലെ വലിയ ചട്ടുകം അയാൾക്ക് നൽകിക്കൊണ്ട് ചോദിച്ചു. ഇത് ധാരാളം. അയാൾ പുഞ്ചിരിയോടെ മറുപടി നൽകി അത് വാങ്ങി. ഇനി എന്തെങ്കിലും വേണോ ചേട്ടാ? ഏയ്, എല്ലാം മോൻ മുൻകൂറായി ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ, അയാൾ ചിരിയോടെ മറുപടി പറഞ്ഞു. മാക്കാൻ മുഖത്തിന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി. ക്ഷീണം കൊണ്ട് ഇടുപ്പിൽ കൈകുത്തി നിന്നു. അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്താടാ, ഇപ്പോഴേ ക്ഷീണിച്ചോ? കാർത്തി ഒരു ചിരിയോട് അവനോട് ചോദിച്ചു. എന്തു ചെയ്യാനാടാ, ഓടി തളർന്നു. കിച്ചുദാസിൻ്റെ അടുത്തല്ലേ, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. നീയും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഹോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, മാക്കാൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഞാനുണ്ടല്ലോ എന്തിനും നിന്റെ കൂടെ. കാർത്തി സ്നേഹത്തോടെ മാക്കാൻ്റെ തോളിൽ കൈയിട്ട് അവനോട് ചേർത്തു നിർത്തി. പെട്ടെന്ന് മാക്കാൻ്റെ ഹൃദയമിടിപ്പ് മെല്ലെ ഉയരാൻ തുടങ്ങി. എന്തു പറ്റിയെന്നറിയാതെ അവൻ നെഞ്ചിൽ കൈവച്ചു. തൻ്റെ കണ്ണുകൾ ആരെയോ തേടുന്നതായി അവന് തോന്നി. പതിയെ അവൻ ചുറ്റിനും കണ്ണോടിച്ചു. ജനാലിലൂടെ തന്നെ നോക്കി കണ്ണെടുക്കാതെ നിൽക്കുന്ന മാത്തുവിനെ കണ്ടതും ഒരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞുപോയി. അവൻ സന്തോഷത്തോടെ ജനാലരികിലേക്ക് ഓടിപ്പോയി. എപ്പോ വന്നു നന്ദു? അവൻ ജനാലഴിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല ചോദ്യം. ഞങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞതല്ലേ മാക്കാനോട്? എല്ലാം മറന്നുപോയോ? രാവിലെ ഒന്ന് വിളിക്കാൻ പോലും വന്നില്ലല്ലോ. അതെങ്ങനാ, അത്രയ്ക്കും തിരക്കല്ലേ മാക്കാന്? അവൾ ഒരു പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് ചിരിച്ചുപോയി. ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ്, അതുകൊണ്ട് തന്നെ നിന്നു തിരിയാൻ സമയമില്ലടി മാത്തു. ഓഹോ, വലിയ പുള്ളി വന്നേക്കുന്നു. എന്താടി മാത്തു നിനക്കൊരു പുച്ഛം? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, അവൾ ചിരിയോടെ മറുപടി നൽകി. അച്ചാറിൽ കായപ്പൊടി ചേർക്കുന്നതിൻ്റെ മണം അവിടമാകെ പരക്കാൻ തുടങ്ങി. മാത്തു കണ്ണുകൾ അടച്ചാഞ്ഞ് ശ്വാസമെടുത്ത് അതിൻ്റെ സ്മെല്ല് ആസ്വദിച്ച് നിന്നു. എന്താണ് മാത്തു, അച്ചാറ് ടേസ്റ്റ് ചെയ്യാൻ വേണോ? മാക്കാൻ അവളുടെ നിൽപ്പ് കണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു. വേണം, അവൾ സന്തോഷത്തോടെ തലയാട്ടി. എന്താ വേണ്ടത്? പച്ചമാങ്ങയാണോ അതോ പച്ചമാങ്ങ അച്ചാറാണോ വേണ്ടത്? മാക്കാൻ്റെ ചോദ്യം കേട്ട് മാത്തു മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. ചുമ്മാ ചളിയടിച്ച് സീനാക്കരുത്. അവനൊരു ചിരിയോടെ അവളെ ഒന്ന് നോക്കി. ഒരു സ്പൂണിൽ അച്ചാർ എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. അത് വാങ്ങാനായി സന്തോഷത്തോടെ ജനാലഴികൾക്കിടയിലൂടെ അവൾ കൈനീട്ടി. ആവി പറക്കുന്ന അച്ചാർ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അയ്യോ! അതിൻ്റെ ചൂടുകൊണ്ട് അവൾ നിലവിളിച്ചു. അച്ചാർ താഴേക്ക് കൊട്ടി. മാക്കാൻ അവളുടെ കൈകൾക്കിടയിലായി കൈവച്ചത് വാങ്ങി. എടോ കാലമാടാ, തനിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കടോ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്, അവൾ പരിഭവത്തോടെ കൈകൾ ഊതിക്കൊണ്ട് പറഞ്ഞു. സോറി, ഞാൻ ഓർത്തില്ല മാത്തു. അവൻ്റെ നിഷ്കുഭാവം കണ്ട് അവളിലെ ദേഷ്യം കുറഞ്ഞു. പതിയെ അവൻ്റെ കയ്യിലിരുന്ന് അച്ചാറെടുത്ത് ഊതി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയുണ്ട് പിള്ളച്ചേട്ടൻ്റെ കൈപുണ്യം? സൂപ്പർ, അവരോട് ചിരിയോടെ മറുപടി പറഞ്ഞ് വീണ്ടും കഴിക്കാൻ തുടങ്ങി. മാക്കാൻ ഒരു പുഞ്ചിരിയോടത് നോക്കി നിന്നു. എന്താണ് എന്നെങ്ങനെ നോക്കുന്നത്? അവൻ്റെ നോട്ടം കണ്ടവൾ സംശയത്തോടെ ചോദിച്ചു. നിന്നെ എന്ത് ക്യൂട്ടാണടി കാണാൻ. അവൻ്റെ മറുപടി കേട്ട് മാത്തു നാണത്തോടെ തലതാഴ്ത്തി നിന്നു. ഷോ, സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാതെ മാക്കാനേ. മുഖം ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് ഒരു നാണത്തോടെ അവൾ പറഞ്ഞു കഴിഞ്ഞാണ് അച്ചാറെടുത്ത കൈയാണെന്ന് ഓർമ്മ വന്നത്. അവൾ നീറ്റിലൂടെ കണ്ണു ചിമ്മാൻ തുടങ്ങി. ഈടു കാലമാടാ, താൻ എന്തെടുത്താലും അത് എനിക്കുള്ള പണിയാണല്ലോ, അവൾ ഒരു വിതുമ്പലോടെ പറഞ്ഞു. അതിന് ഞാനല്ലോ, നീ തന്നെയല്ലേ ഓരോന്ന് ചെയ്തു വെച്ചത്. മാക്കാൻ്റെ മറുപടി കേട്ട് അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് നിന്നു. എന്തു പറ്റി നന്ദു? അപ്പുവും തെച്ചും ഒരു ഭയത്തോടെ അവൾക്കടുത്തേക്ക് വന്നു. പുറത്ത് മാക്കാൻ നിൽക്കുന്നത് കണ്ടതും അവരൊന്ന് ചിരിച്ചു. എന്തിനാ ഏട്ടാ അവളുടെ കണ്ണിൽ കുത്തിയത്? അപ്പു ചിരിയോടെ ചോദിക്കുന്നത് കേട്ടതും മാക്കാൻ അവളെ രൂക്ഷമായൊന്ന് നോക്കി. ഞാനൊന്നും ചെയ്തില്ല, നിന്റെ ഏട്ടത്തിയോട് ചോദിക്ക് ആരാണ് കുത്തിയതെന്ന്, അവനൊരു ചിരിയോടെ പറഞ്ഞ് പിള്ളച്ചേട്ടനൊപ്പം നിൽക്കുന്ന കാർത്തിയുടെ അടുത്തേക്ക് നടന്നു. മാത്തു വാഷ്റൂമിലേക്ക് ഓടി.
രാത്രി പന്തലിൽ വെച്ചായിരുന്നു സദ്യ. ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പന്തലിൽ ഇരിക്കേണ്ടത് വന്നു. ഇതുവരെ കാണാത്ത ഒരുപാട് തരം വിഭവങ്ങൾ ഇലയിൽ വിളമ്പുന്നത് കൗതുകത്തോടെ അവർ നോക്കി നിന്നു. മാക്കാൻ വിളമ്പിൽ വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം തന്നെയായിരിക്കും വിളമ്പാൻ പോകുന്നതെന്ന്. മാത്തു ഒരു പുഞ്ചിരിയോടെ മാക്കാനെ തന്നെ നോക്കി നിന്നു. മാക്കാൻ അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഇലയിൽ കൂടുതൽ അച്ചാർ വിളമ്പി കൊടുക്കുന്നത് കണ്ട് ദച്ചു മാക്കാനെ നോക്കിയൊന്ന് ചിരിച്ചു. അതെ, ഇത് ലാസ്റ്റ് പന്തിയല്ലേ, ആദ്യത്തെയാണ്. ഇനിയും ആളുകൾ കഴിക്കാൻ ബാക്കിയുണ്ടെന്ന് ഓർമ്മ വേണം. ദച്ചു പറയുന്നത് കേട്ട് മാക്കാനൊന്ന് ചിരിച്ചു. വീണ്ടും ബാക്കിയുള്ളവർക്ക് വിളമ്പാൻ തുടങ്ങി. വീട്ടിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് പാചകം ചെയ്തതിനാൽ ഭക്ഷണത്തിൻ്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയായിരുന്നു. ആവി പറക്കുന്ന ചോറിൻ്റെയും സാമ്പാറിൻ്റെയും തോരൻ്റെയും ഒക്കെ നല്ല മണം അങ്ങനെ ആസ്വദിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചാണ് ഓരോ ഉരുളയും കഴിച്ചത്. കഴിക്കുന്നതിനിടയിൽ മാക്കാൻ മൈഥിലിയോട് ചിരിച്ചോടൊക്കെ മിണ്ടി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കത് അത്ര പിടിച്ചില്ല. പിന്നെ അവർ റിലേറ്റീവ്സ് അല്ലേ, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് നോക്കാൻ പോയില്ല. എന്തിനാ ചുമ്മാ മനസ്സിൽ അസൂയ വരുത്തിയിട്ടൊന്ന് ഓർത്ത്. എത്രയൊക്കെ നിയന്ത്രിച്ചാലും കണ്ണുകൾ അത് കേൾക്കില്ലല്ലോ. അത് കറക്റ്റായി അതിൻ്റെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ പറയണ്ട, അസൂയ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങി. അവസാനം സഹികെട്ടപ്പോൾ നമ്മുടെ അവസാനത്തെ അടവങ്ങെടുത്തു. മാത്തു ഉച്ചിയിൽ കയറി ചുമക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത്ര നേരം സംസാരത്തിൽ നിന്ന് മാക്കാൻ വേഗം ജഗ്ഗുമായി അവൾക്കടുത്തേക്ക് ഓടി വന്നു. പക്ഷേ മാക്കാൻ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കും മുന്നേ തന്നെ മൈഥിലി ഗ്ലാസ്സിൽ വെള്ളം പകർന്നിരുന്നു. അതുകണ്ട് മാത്തുവിന് സങ്കടമായി. അവന്തികയ്ക്ക് ഇത്രയും മതിയോ വെള്ളം? മൈഥിലി ഒരു ചിരിയോടെ ചോദിച്ചു. കൊള്ളപ്പന്നി, ഇവളൊക്കെ കറക്റ്റായി എവിടുന്ന് വരുന്നു ആവോ? മാത്തു പല്ല് കടിച്ചുകൊണ്ട് മനസ്സിലോർത്തു. പിന്നെ മൈഥിലിയെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. പോകും മുന്നേ മൈഥിലിയുടെ കൈ തട്ടി വെള്ളം ഇലയിൽ മറിഞ്ഞു വീണു. ഓ, ഐ ആം സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. കാത്തു പറഞ്ഞത് എത്ര നേരാണ്. എൻ്റെ കഞ്ഞിയിലെ പാറ്റ തന്നെയാണ് ഈ മുതൽ, മാത്തു മനസ്സിലോർത്തു. സാരമില്ല, അവൾ ചിരിയോടെ പറഞ്ഞെഴുന്നേറ്റു. നീ വരുന്നില്ലേ ദച്ചു? കഴിച്ചുകൊണ്ടിരിക്കുന്ന ദച്ചുവിനെ നോക്കി അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, നീ പൊയ്ക്കോ. അവളുടെ മറുപടി കേട്ട് നന്ദു ദേഷ്യത്തോടെ ചാടിത്തുള്ളി വീട്ടിലേക്ക് പോയി. ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്നപ്പോഴാണ് മാക്കാന്റെ വരവ്. കണ്ടിട്ടും കാണാത്തതുപോലെ മാത്തു മുഖം ചരിച്ചിരുന്നു. എന്താണ് എൻ്റെ മാത്തു, നല്ല കലിപ്പിലാണല്ലോ. മാക്കാൻ അവളുടെ ബെഡിലിരുന്നു കൊണ്ട് പറഞ്ഞു. എന്തേ, തൻ്റെ മൈഥിലി ഉറങ്ങിയോ? അതാണോ എന്നോടൊക്കെ മിണ്ടാൻ ടൈം കിട്ടിയത്? ഒരു പുച്ഛത്തോടെ പറഞ്ഞു വീണ്ടും മുഖം വീർപ്പിച്ചിരുന്നു. എൻ്റെ മാത്തു, നിനക്ക് എന്തൊരു കുശുമ്പാണടി പെണ്ണേ. മാക്കാൻ ഒരു ചിരിയോടെ പറഞ്ഞ് കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന പൊതി അവൾക്കു നൽകി. നല്ല നാടൻ കപ്പയും മത്തിക്കറിയും കണ്ടപ്പോൾ തന്നെ അത്ര നേരം അവനോട് തോന്നിയ ദേഷ്യം പാടയില്ലാതെയായി. എന്നാലും മുഖത്ത് ഗൗരവം വരുത്തി അവൾ ഇരുന്നു. എനിക്കൊന്നും വേണ്ട, ഒരു കുറുമ്പോടെ പറഞ്ഞവൾ മുഖം തിരിച്ചു. ചുമ്മാ ജാട കാണിക്കാതെ കഴിച്ചേ മാത്തു. മാക്കാൻ അതിൽ നിന്നൊരു പീസെടുത്ത് അവൾക്കു നേരെ നീട്ടി. വേണ്ടാന്ന് പറയാൻ വയറു സമ്മതിക്കാത്തത് കൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി. മാത്തു മാക്കാനും സന്തോഷത്തോടെ തിരിച്ചും വാരിക്കൊടുത്തു. ദച്ചു എവിടെ മാക്കാനെ? കഴിക്കുന്നതിനിടയിൽ ഒരു സംശയത്തോടെ അവൾ ചോദിച്ചു. അവൾ കാർത്തിയുടെ കൂടെ താഴെയുണ്ട്, കിച്ചു വന്നിട്ടുണ്ട്, അവനുമുണ്ട് താഴെ. അവനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ ഞാൻ. ഓഹോ, ഞാൻ കരുതി ഇത്ര വേഗം ഇത് എവിടുന്ന് ഒപ്പിച്ചെന്ന്. മാത്തു പറയുന്നത് കേട്ട് മാക്കാനൊന്ന് ചിരിച്ചു. പിന്നെ എൻ്റെ പെണ്ണിവിടെ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അപ്പം മാക്കാൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? നീ എൻ്റെ ജീവനല്ലേടി മാത്തു. അതൊക്കെ പോട്ടെ, നിന്റെ കണ്ണിൽ നീറ്റിലൊക്കെ മാറിയോ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ എപ്പോഴേ മാറി മാക്കാനേ, അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. മാത്തു അറിയാവുന്ന പണി മാത്രം ചെയ്താൽ മതി, ചുമ്മാ ഓരോന്ന് വരുത്തി വെക്കരുത്. ചേനയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞതാണ്, പിന്നെ ചൂടാക്കണ്ടെന്ന് കരുതിയാണ് ചോദിക്കാഞ്ഞത്. അത് ചുമ്മാ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാ മാക്കാനേ, അവൾ വിക്കി വിക്കി പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളി. നാളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. എനിക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ കറക്റ്റായ സമയത്ത് എഴുന്നേൽക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ വേണം. ഇന്നത്തെ പോലെ സ്പെഷ്യലായി കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല. പിന്നെ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി ഞാൻ ആ കബോർഡിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് എടുത്തു നോക്കിക്കോ, അവൻ ചിരിയോടെ പറഞ്ഞു. എന്ത് ഗിഫ്റ്റാ മാക്കാനെ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അതൊക്കെ നീ തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പു കല്യാണം കഴിഞ്ഞ് പോകുന്നത് ഓർക്കുമ്പോൾ മാക്കാന് സങ്കടമൊന്നുമില്ലേ? കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ മാത്തു ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അത്ര നേരം സന്തോഷത്തിലിരുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് സങ്കടത്താൽ നിഴലിച്ചു. എന്തു പറ്റി മാക്കാനെ? ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? മുഖമൊക്കെ മാറിയല്ലോ. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് സ്വന്തം പെങ്ങളുടെ കല്യാണം എന്ന സന്തോഷമുള്ളൊരു കാര്യമല്ലേ? പക്ഷെ സത്യം പറഞ്ഞ അവൾ ഇവിടെ വിട്ടു പോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ചങ്കിന് വല്ലാത്തൊരു പിടച്ചിലാണ് മാത്തു. എൻ്റെ ഒക്കത്ത് വെച്ച് എൻ്റെ ചൂട് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അനുജത്തിമാരാണ്. അവർ കൺവെട്ടത്തു നിന്നും അകലുമ്പോൾ അവരുടെ ഏട്ടനെങ്ങനെ സഹിക്കാനാവും? എവിടെ ട്രിപ്പ് പോയിട്ട് തിരികെ വരുമ്പോഴും വീടിൻ്റെ ഉമ്മറത്ത് എനിക്ക് വേണ്ടി കണ്ണും നട്ട് കാത്തിരിക്കുന്ന എൻ്റെ അപ്പുമോളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പണ്ട് എന്ത് കുഞ്ഞു സങ്കടമുണ്ടെങ്കിലും എൻ്റെ തോളിൽ തലചായ്ച്ചുറങ്ങിയാലേ അവൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ച് പിടയുവാണെനിക്ക്. മാക്കാൻ അപ്പുവുമായുള്ള കുട്ടിക്കാല ഓർമ്മകളിൽ വാചാലനായിക്കൊണ്ടിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് മാക്കാനെ സമാധാനിപ്പിച്ചു. തനിക്കിതുപോലൊരു സഹോദരൻ ഇല്ലാതെ പോയല്ലോ എന്ന ദുഃഖം അവളിൽ ഉടലെടുത്തു. സാഹോദര്യം എന്ന സ്വത്ത് എത്ര വലുതാണെന്ന് മാക്കാൻ്റെ ഓരോ വാക്കിലും പ്രകടമായിരുന്നു. കുറച്ചു സമയത്തെ സംസാരത്തിനു ശേഷം അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. ക്ഷീണം കൊണ്ട് മാത്തുവും നിദ്രയെ പുൽകി. കല്യാണത്തലേന്ന് പതിവ് പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഓരോ കാര്യങ്ങളിലായി തിരക്കുകളിലാണ്. കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ മാക്കാനും കാർത്തിയും അവിടെ തന്നെ ആയിരുന്നു. ഈവനിങ് ആയപ്പോൾ പുടവ നൽകാനായി ദാസേട്ടൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ എത്തി. അപ്പു കേരള സാരിയിൽ പതിവിലും സുന്ദരിയായി തിളങ്ങി നിന്നു. ശാലിന് സുന്ദരി എന്നൊക്കെ പറയാം. നിലവിളക്കിൻ്റെയും നിറവറയുടെയും സാന്നിധ്യത്തിൽ ദാസിൻ്റെ പെങ്ങൾ അപ്പുവിന് പുടവ കൈമാറി. ഞങ്ങൾ ആ സുന്ദര നിമിഷങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. ചടങ്ങു കഴിഞ്ഞവർ മടങ്ങി. പിന്നെ ആകെ ബഹളമായിരുന്നു. രാത്രി ആൺകുട്ടികളുടെ വക കലാപരിപാടികളൊക്കെ തുടങ്ങി. ആകെ ഒരു ഓളമായിരുന്നു. അപ്പുവിന് രാവിലെ നേരത്തെ പുട്ടിയടി തുടങ്ങുന്നതിന് കൊണ്ട് ഉറങ്ങാൻ കിടന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അപ്പു പോയത്. അവൾക്കും ലാസ്റ്റ് ഡേ ഓഫ് ഫ്രീഡം ആണല്ലോ. നാളെ മുതൽ സിംഗിൾ ബസ്സിന് സ്റ്റാറ്റസ് മാറുകയാണല്ലോ. കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ചു. പിന്നെ ഓരോ കളികളൊക്കെ ആയിരുന്നു. എൻ്റെ ശത്രു വലിയ ജാടയൊക്കെ കാണിച്ച് ഓരോ സെൽഫി എടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. മാക്കാൻ്റെ അമ്മയെ നന്നായി സോപ്പിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ടെന്ന് അവരൊരുമിച്ചുള്ള ചിരിയിൽ നിന്ന് മനസ്സിലായി. എന്നാലും എനിക്കാണല്ലോ ആളുകൾ കൂടുതലെന്ന ആശ്വാസത്തോടെ ഞാനിരുന്നു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി മാക്കാൻ ഗിഫ്റ്റ് തന്ന സാരിയുമായി മൽപ്പിടുത്തം തുടങ്ങി. എൻ്റെ തെച്ചു, ഇതിൻ്റെ അറ്റം എവിടെയാടി? സാരിയുടെ മുന്താണി പിടിച്ചുകൊണ്ട് നിസ്സഹായതയോടെ നന്ദു ചോദിച്ചു. അവളുടെ നിൽപ്പ് കണ്ടു തെച്ചു ചിരിക്കാൻ തുടങ്ങി. അവളുടെ മുഖം മാറുന്നത് കണ്ടു തെച്ചു പതിയെ ചിരിയടക്കി പിടിച്ചു. അവളെ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ തെച്ചു സാരി ഉടുപ്പിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുട്ടിയൊക്കെ അടിച്ചു. തലയിൽ മുല്ലപ്പൂവും സാരിക്ക് മാച്ച് ചെയ്ത ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് പതിവിലും സുന്ദരിയായി നന്ദു ഒരുങ്ങിയിറങ്ങി. അവരെ വിളിക്കാനായി അകത്തേക്ക് വന്ന് കാത്തു നന്ദുവിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഏട്ടത്തി എന്തൊരു സുന്ദരിയാണെന്നോ കാണാൻ. അബദ്ധത്തിൽ പോലും ഏട്ടൻ്റെ മുൻപിൽ പെടരുത്. അങ്ങനെയായാൽ മിക്കവാറും ഏട്ടൻ്റെ കല്യാണം കൂടി ഇന്ന് നടക്കും ചിലപ്പോൾ. കാത്തു പറയുന്നത് കേട്ട് അവളൊന്ന് ചിരിച്ചു. പതിയെ മിററിൻ തൻ്റെ രൂപമൊന്നുകൂടെ വിലയിരുത്തി. റോയൽ ബ്ലൂ സാരിയിൽ തൻ്റെ സൗന്ദര്യം വർദ്ധിച്ചതായി അവൾക്ക് തോന്നി. കാത്തു സെയിം പാറ്റേണിലുള്ള പിങ്ക് കളർ സാരിയും ദച്ചു സ്കൈ ബ്ലൂ കളറിൽ സാരിയുമായിരുന്നു. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മാക്കാൻ്റെ വീട്ടിലേക്ക് ചെന്നു. ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകൾ പുരോഗമിക്കുകയായിരുന്നു. സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന അപ്പുവിനെ കണ്ടപ്പോൾ ശരിക്കും കണ്ണു തള്ളിപ്പോയെന്ന് പറയാം. അത്രയും സുന്ദരിയായിരുന്നു അവൾ. ചില്ലി റെഡ് കളറിലെ മന്ത്രകോടിയിൽ അവൾ ദേവീഭാവത്തോടെ നിൽക്കുന്നു. ആ കണ്ണുകളുടെ ഭംഗിയും മുഖത്തെ തേജസ്സും വാക്കുകൾക്ക് അതീതമായിരുന്നു ആ കാഴ്ച.
അപ്പു എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അമ്മാവൻ്റെയും അമ്മായിയുടെയും കാല് തൊട്ട് വന്നിക്കുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ ഇറടണിഞ്ഞു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥയായി അവളെ വളർത്തി വലുതാക്കിയ അവരോടുള്ള നന്ദി ആ കണ്ണുകളിൽ നീർത്തുള്ളികളായി തിളങ്ങി നിന്നു. അവരും അവളെ ചേർത്തു പിടിച്ചു. തൻ്റെ ജീവന്റെ പാതയെ സുരക്ഷിതമായ മറ്റൊരു കൈകളിൽ പകുത്തു നൽകുന്നതിൻ്റെ സന്തോഷവും വേർപിരിയുന്നതിൻ്റെ സങ്കടവും ആ മുഖങ്ങളിൽ തിളങ്ങിയിരുന്നു. അപ്പു അനുഗ്രഹം വാങ്ങാനായി മാക്കാനെ നോക്കി. അവിടെയില്ലെന്നു കണ്ടതും അവൾക്ക് സങ്കടമായി. അപ്പോഴാണ് ഞാനും മാക്കാനെ കുറിച്ച് ഓർത്തത്. മാക്കാൻ ഓഡിറ്റോറിയത്തിൽ തിരക്കിലാണെന്ന് ആരോ പറഞ്ഞു. കൂടുതൽ സമയം കളയാതെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു.